ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വരികയാണ്. 15 സ്റ്റിച്ചുണ്ട്. പണം തട്ടാൻ കള്ളപ്പരാതിയുമായി വരുന്നവരെ തിരിച്ചറിയണം. ആരോപണങ്ങളോട് പ്രതികരിച്ച് മണിയമ്പിള്ള രാജു. തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളോട് പ്രതികരിച്ച് മണിയമ്പിള്ള രാജു കള്ളപ്പരാതികളുമായി വരുന്നവരെ കുറിച്ചും അന്വേഷിക്കണം. തെറ്റുകാരനെങ്കിൽ തനിക്കെതിരെ അന്വേഷണം നടക്കട്ടെ എന്നാണ് മണിയമ്പിള്ള രാജു മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. നടി മിനു മുനീർ ആണ് മണിയമ്പിള്ളയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. മണിയമ്പിള്ള രാജു മോശമായി പെരുമാറി, ഒരുമിച്ച് വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ മോശമായി സംസാരിച്ചു, മുറിയുടെ വാതിൽ മുട്ടിയെന്നൊക്കെയാണ് മിനു മുനീർ പറയുന്നത്. അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം, കള്ളപ്പരാതികളുമായി വരുന്നവരെക്കുറിച്ചും അന്വേഷിക്കണം എന്നാണ് മണിയമ്പിള്ള പറയുന്നത്. ഞാനിപ്പോൾ മിംസിൽ ചികിത്സയിലാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് വരികയാണ്. 15 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ആരോപണങ്ങൾ ഇനി ധാരാളം വരും. പൈസ തട്ടാൻ നോക്കിയവരും അവസരങ്ങൾ ലഭിക്കാത്തൊരു ആരോപണങ്ങളുമായി വരും. പക്ഷേ ഇതിനൊരു അന്വേഷണം ആവശ്യമാണ്. WCC പറഞ്ഞത് കൃത്യമായ കാര്യമാണ്. അന്വേഷണം വരട്ടെ. തെറ്റ് ചെയ്യാത്തവരെ പോലും ഇതിൽ പെടുത്തുന്ന സാഹചര്യമുണ്ട്. സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. കുറ്റക്കാർ ആരാണെന്ന് തെളിയട്ടെ. നമുക്കിഷ്ടമുള്ള ഒരാളല്ലേ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തെക്കുറിച്ച് വരെ എന്തെല്ലാം വന്നു. കള്ളപ്പരാതിക്കാരെയും നോക്കണം, അല്ലാതെ തെറ്റുകാരായവരെ ശിക്ഷിക്കണം. ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നെ ശിക്ഷിക്കണം. എൽസമ്മ എന്ന ആൺകുട്ടിയിൽ മീനു മുനീറിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. അതിലേതോ ചെറിയ വേഷമാണ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ അവരെ പരിചയമില്ല എന്നാണ് മണിയമ്പിള്ള രാജു പ്രതികരിച്ചിരിക്കുന്നത്. പിന്നെ 4-5 വർഷം അങ്ങനെയായി WCC അമ്മയിൽ നിന്ന് അവരൊക്കെ പുറത്തായിട്ട്. അവർ ശരിയായിരുന്നു, അല്ല അവർ പറഞ്ഞു ശരിയാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ട്? അവർക്കൊക്കെ വേണ്ടി ഇയാളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അല്ലെ അവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ വരുന്നത് എവിടെയും പറഞ്ഞു കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയുക ഉണ്ടാകുമ്പോൾ ഒക്കെ ശരിയാണെന്നൊക്കെ പറഞ്ഞ് എന്തോ അവർക്ക് ഈ അവസരം കിട്ടാത്തതുകൊണ്ടോ ഒന്ന് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ അവർ അവസരവാദികളായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിണ്ടാതിരിക്കത്തല്ലേ ഉള്ളൂ. അടുത്ത ആളെ തേടിപ്പോവും. മൊത്തത്തിൽ ഇവർ കൊടുത്തില്ലെങ്കിൽ അടുത്ത ആൾ ചാൻസ് ഇങ്ങനെ പോയിട്ട് അവസരങ്ങൾ മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിണ്ടത്തില്ല. ഇവരല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് അവർ പോകും. അതങ്ങനെയാണ്.